അപ്പൊ ആ കൃഷ്ണപ്രസാദിന്റെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ലൂസിഫർ കാണാൻ വരുന്ന ആരാധകരെ അമർച്ച ചെയ്യുന്നതും അതിനെ തുടർന്ന് തിയേറ്ററിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസും ഉണ്ടല്ലോ. എനിക്ക് കൃഷ്ണപ്രസാദിന്റെ കരിയറിലെ ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു വേഷമായിരിക്കും അല്ലേ? അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? തിയേറ്ററിനുള്ളിൽ എങ്ങനെയുണ്ട് ആ ചീത്ത വിളിക്കുന്നത്? പിന്നീട് വിജയ് ബാബു മാഷായിട്ട് വരുന്ന വിജയ് ബാബു, അദ്ദേഹത്തെ കുറിച്ച് എന്താണ്? ഒരു ടിപ്പിക്കൽ കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് വിജയ് ബാബു വന്നിരിക്കുന്നത്. വെറ്റില മയക്കുമരുന്നിനെതിരായിട്ടൊക്കെ വർത്താനം പറയുകയും പുള്ളിയുടെ വായിക്കാത്ത പുകയില കാണും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെഡ് മിസ്ട്രസ്സും ഗംഭീരമായ പെർഫോമൻസ് ആണ്. പിന്നെ അശ്വതി എന്ന് പറയുന്ന സ്ത്രീ, മറ്റേ നായകന്റെയൊക്കെ അമ്മയായിട്ട് വരുന്നത്. ഇവര് സ്റ്റേജിൽ നിന്ന് വന്നവരാണോ? സ്റ്റേജിൽ നിന്ന് വന്നവരാണ്. പിന്നെ അതിനകത്ത് ആ കാമുകിയും ആയിട്ടൊക്കെ വരുന്നത് മറിമായത്തില് മനോരമയുടെ അതിൽ വരുന്ന കഥാപാത്രങ്ങളാണ് അവർ രണ്ടുപേരും, ആ ജോഡികളൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഇടത്തരം നമ്മുടെ TV സീരിയലുകളിൽ വളരെ പ്രാമുഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് അവസരം കൊടുക്കാൻ ഒരു വലിയ വേദിയാക്കി ഈ സിനിമയെ മാറ്റിയത് ശ്ലാഘനീയമാണ്. അല്ല, ഇതിനകത്ത് ഈ സ്കൂൾ കലാലയ വിഷയങ്ങള് മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടി മൂത്രപ്പുര വേദിയാക്കുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് ആ കഥാപാത്രങ്ങളെല്ലാം ഇതിലേക്ക് പോകുന്നത് അല്ലേ? അതെങ്ങനെയുണ്ട് ആ മൂത്രപ്പുരയിലെ എഴുത്തുകൾ, ചുവരെഴുത്തുകൾ? അത് തന്നെ ഒരു മാത്രം തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സിനിമ കാണുന്ന പ്രതീതി ഉണ്ടാവും. വളരെ രസകരമായ ഒരു സിനിമയുടെ. അപ്പൊ അതുപോലെ തന്നെ ബിജുക്കുട്ടൻ്റെ ഒക്കെ ഗംഭീര റോളാണ്. അജു വർഗീസ് ഒരു നല്ലവനായ അധ്യാപകൻ. വിജയ് ബാബു ഒരു വൃത്തികെട്ട അധ്യാപകൻ. ഇങ്ങനെ അധ്യാപകരുടെ തന്നെ പല തട്ടിലുള്ള കഥാപാത്രങ്ങൾ. പിന്നെ കാമുകനും കാമുകിയും ആയിട്ടുള്ള അധ്യാപക കാമിനിമാര്, ഇവരുടെയൊക്കെ പെർഫോമൻസ് അത് അത്ഭുതകരമാണ് പലരുടെയും. അല്ല, ഇപ്പൊ വേറൊരു കാര്യമുള്ളത്, ഇതിലെ നായകന്മാരായിട്ട് അഭിനയിക്കുന്ന യുവാക്കളുണ്ട്. അവരിപ്പോഴും ഒരു സംഘം പിരിഞ്ഞിട്ടില്ല അവരുടെ സൗഹൃദത്തിന്. അങ്ങനെ ഒരു കാര്യം സാറ് പറഞ്ഞു? അല്ലല്ല, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ അതേപടി ഇങ്ങനെ നടക്കുകയാണെന്നാണ്. അതിനെ കരകയറിയിട്ടില്ല എന്നുള്ള ആ കഥാപാത്രങ്ങളിൽ നിന്ന്. അതൊക്കെ സിനിമ നൽകുന്ന ഒരു നല്ല സൂചനകളാണ് അതെല്ലാം. ഓക്കെ.